നമസ്കാരം. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. വന്യജീവി സംഘർഷം സംസ്ഥാനം നേരിടുന്ന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സംസ്ഥാനതല സമിതി. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ നിലവിലുള്ള നിയമക്കുരുക്കുകൾ മറികടക്കാൻ കഴിയുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ പ്രതികരിച്ചു. വന്യമൃഗാക്രമണങ്ങളിൽ തുടർച്ചയായ ആളുകൾ കൊല്ലപ്പെട്ടതോടെ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പിന്നാലെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ വകുപ്പായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാകും വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിതല സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിമാരും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായാണ് ഉദ്യോഗസ്ഥ സമിതി. ജില്ലാ സമിതിയിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും DFOയും മെഡിക്കൽ ഓഫീസറും ഉണ്ടാകും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. നഷ്ടപരിഹാര തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകും. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ നിരീക്ഷണത്തിന് വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറക്കണം. നിരന്തര സംഘർഷമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ജീവനക്കാരെയും ഉപകരണങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്തും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരാനും മന്ത്രിസഭ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. കക്കയത്ത് ജനരോഷം. സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. വന്യജീവി ആക്രമണത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കും എന്നാണ് നിലപാട്. ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ തന്നെ വെടിവെക്കും. ഉറപ്പുകൾ പാലിക്കുന്നതുവരെ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപവാസം തുടരും. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കാനും ബിഷപ്പിന്റെ വെല്ലുവിളി. നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല. ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം. ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കടന്നു വരാൻ ഈ പ്രദേശത്ത് നിന്ന് ഒരടി കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ സുരേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്താണ് ബിഷപ്പിന്റെ പ്രസ്താവന? ഉന്മേഷ്, വന്യമൃഗ ശല്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ താമരശ്ശേരി രൂപതയും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അതോടൊപ്പം സർക്കാരിന് മുന്നറിയിപ്പ് നൽകുക കൂടിയാണ് താമരശ്ശേരി ബിഷപ്പ് കൂടിയായ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. അല്പം മുമ്പാണ് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നടപടി ഉണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കുമെന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. അതോടൊപ്പം ഇനി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയാണെങ്കിൽ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ തങ്ങൾ തന്നെ തയ്യാറാകുമെന്നും അദ്ദേഹം പറയുന്നു. മൃഗങ്ങളെ നാട്ടിൽ നിർത്താൻ വനം വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ തയ്യാറാകും. അതിനുള്ള സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതറിയാമെങ്കിൽ നിലവിലുള്ള നിയമനിർമ്മാണങ്ങൾ മാറ്റുമെന്നും പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു. എന്താണെങ്കിലും ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് താമരശ്ശേരി രൂപതയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതനുസരിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 ഉറപ്പുകൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് ലഭിച്ചുവെന്നും താമരശ്ശേരി ബിഷപ്പ് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇന്നലത്തെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന ഉറപ്പാണ്. മറ്റൊന്ന്, ആവശ്യമായ നഷ്ടപരിഹാരം നൽകും. അതോടൊപ്പം തന്നെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുമെന്ന ഉറപ്പും
നിർദ്ദേശം ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ വനമന്ത്രിയും തനിക്ക് നൽകിയെന്നും താമരശ്ശേരി ബിഷപ്പ് പറയുന്നു. പക്ഷേ ഇതിൽ രേഖാമൂലമായ മറുപടി അല്ലെങ്കിൽ രേഖാമൂലമായ ഉറപ്പ് നൽകാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുവരെ ഈ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ സമരം തുടരുമെന്നും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടിയാണ് താമരശ്ശേരി ബിഷപ്പ് അല്പം മുമ്പ് ജനങ്ങളോട് പറഞ്ഞത്. ഉന്മേഷ്. ശരി, രാഹുൽ സുരേഷാണ് കക്കയത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഭയപ്പാടിൽ മലയോര ജീവിതങ്ങൾ. മലപ്പുറം മഞ്ചേരി കാരക്കുന്നിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പഴയടം തടിയംപുറത്ത് ഷഫീഖാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. പാലക്കാട് മലമ്പുഴ ഡാമിൽ വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിയിലകപ്പെട്ടു. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആനയെ കാടുകയറ്റാനായത്. മഞ്ചേരി കാരക്കുന്ന് ആലുങ്ങലിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. മഞ്ചേരി പഴയടം തടിയംപുറത്ത് ഷഫീഖാണ് മരിച്ചത്. ഗൾഫിൽ പോകുന്ന ഭാര്യ സഹോദരനെ യാത്രയാക്കാൻ പോകുമ്പോഴാണ് ഷഫീഖ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് നിരന്തരം കാട്ടുപന്നി ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. പന്നി ശല്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 9, 10, 11 മണിന്റെ ഉള്ളിൽ ഇവിടെ പോരുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ പന്നികൾ ക്രോസ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. കുറെ മുമ്പേ ഉണ്ട്. അപ്പം അതിനൊരു നടപടി കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പാലുമായി പോയ വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. മുണ്ടക്കൽ വാരം സ്വദേശി വിജയൻ നായർക്കാണ് പരിക്കേറ്റത്. കാലിനു പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലമ്പുഴ കവയിൽ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിക്കുളത്തിൽ അകപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 2 മണിക്കൂറോളം ചെളിയിൽ അകപ്പെട്ട കൊമ്പനെ ഒടുവിൽ കാട് കയറ്റി. ജലാശയത്തിൽ വെള്ളം കുറവായതിനാൽ കൂടുതൽ അടുത്തേക്ക് പോയതിനാലാണ് ചെളിയിലകപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് കരയിലേക്ക് കയറാനായില്ല. തുടർന്ന് വനംവകുപ്പ് RRT സംഘവും മലമ്പുഴ എലഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തി. 2 മണിക്കൂറോളം ചെളിയിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ആനയെ കരക്കെത്തിക്കാനായത്. രക്ഷപ്പെടുത്തിയ ആനയെ പിന്നീട് കാട് കയറ്റി. ചെറിയ മഡ്പൂളായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ വെറ്റിനറി സർജൻ്റെ നിർദ്ദേശപ്രകാരം ഈ മെടഞ്ഞ പട്ട പോലുള്ള സംഭവങ്ങൾ അത് ഡ്രിപ്പാക്കി കൊടുത്തപ്പോൾ അത് കയറി വരികയും ചെയ്തു. കണ്ണാടി വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് വിരണ്ടോടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അക്കരമേൽ ശേഖരൻ എന്ന നാട്ടാനയ്ക്ക് 15 ദിവസത്തെ വിലക്കേർപ്പെടുത്തി. 15 ദിവസത്തേക്ക് ആനയെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കരുതെന്നാണ് വനംവകുപ്പ് നിർദ്ദേശം. ആന 2.5 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. 24 പാലക്കാട്, മലപ്പുറം. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് MM മണി MLA. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലണമെന്നും MM മണി പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്ന് എളമരം കരീം MP പ്രതികരിച്ചു. വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉയരുന്നത് വലിയ വിമർശനം. സർക്കാരും വനം വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യനെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ കൊല്ലണമെന്നും MM മണി. കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെ നേരിടാൻ ഗവൺമെൻറ്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വന്യമൃഗാക്രമണം തടയാൻ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് എളമരം കരീം. വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. ആക്രമികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അധികാരമില്ല. 1972 വന നിയമം അനുസരിച്ച് കർശനമായ വിലക്കുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പലപ്പോഴായി കേരളം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴായി വനമന്ത്രിയെ കണ്ടതാണ്. പക്ഷേ വനസംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു നയമുള്ളതുകൊണ്ട് മാറ്റം വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുമ്പോൾ നടപടിയെടുക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്നും വിമർശനമുണ്ട്. 24 തിരുവനന്തപുരം.
പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. എറണാകുളം DCC പ്രസിഡന്റിനെ വിടാതെ പോലീസ്. കോതമംഗലത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ. കോതമംഗലം ഡിവൈഎസ്പി ആക്രമിച്ചെന്ന കേസിൽ വാദം പൂർത്തിയായി. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കോടതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. 2 കേസുകളിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ജാമ്യം നൽകിയതിന് പിന്നാലെ കോടതി വളപ്പിൽ വെച്ച് മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കാൻ ഒരുങ്ങിയത് സംഘർഷത്തിന് ഇടയാക്കി. ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതെപ്പോഴാണ് വിധി വരിക കേസിൽ? നിലവിൽ മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് സമർപ്പിച്ച അവസാനത്തെ കേസിലും ഇപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ കേസിൽ വിധി വരും. ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ മുഹമ്മദ് ഷിയാസിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ കേസ്. അതിലാണ് ഇപ്പോൾ വാദം പൂർത്തിയായത്. ബോധപൂർവം ഒരു തരത്തിലുള്ള ആക്രമണവും താൻ അഴിച്ചുവിട്ടിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രശ്നങ്ങളാണ്. എല്ലാത്തരം ആളുകളും ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അതിനിടയിൽ ചില ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നതിനപ്പുറം ബോധപൂർവമായ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് വേണ്ടി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് 10-62 കേസുകളുള്ള ഇത്തരത്തിൽ കേസുകളുള്ള പ്രതിയാണ് മുഹമ്മദ് ഷിയാസ്. സ്ഥിരം കുറ്റവാളി കൂടിയാണ്. മാത്രമല്ല പോലീസിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതിനാൽ തന്നെ ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ളതാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ ആവശ്യം. സ്വാഭാവികമായും ഇന്ന് രാവിലെ മുതൽ ഈ പോലീസിന്റെ നടപടികൾ കാണുമ്പോൾ മുഹമ്മദ് ഷിയാസിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തുക എന്നൊരു താല്പര്യം പോലീസിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ 2 കേസുകളിൽ ഷിയാസിനും മാത്യു കുഴൽനാടനും ജാമ്യം കിട്ടി. മാധ്യമങ്ങളെ കണ്ട് തിരിയുമ്പോൾ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കാൻ നോക്കി. പിന്നാലെ അവർ ഓടി കോടതി മുറിയിലേക്ക് കയറി. കോടതി മുറിയിൽ നിൽക്കെ മറ്റൊരു കേസെത്തി. അതായത് വാഹനം അടിച്ചു തകർത്തു, പോലീസ് വാഹനം തകർത്തു, ആ വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു. ഇതായിരുന്നു കേസ്. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു മുഹമ്മദ് ഷിയാസ്. അതിൽ മുൻകൂർ ജാമ്യം കിട്ടി. ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ അടുത്ത കേസെത്തി. അതാണ് ഈ ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്നുള്ള കേസ്. അതിൽ കോടതിയിൽ കീഴടങ്ങി. അതിന്മേലുള്ള ജാമ്യാപേക്ഷ വാദമാണ് ഇപ്പോൾ പൂർത്തിയായത്. വിധി അല്പസമയത്തിനകം ഉണ്ടാകും. അതിനുള്ള കാത്തിരിപ്പിലാണ്. കോതമംഗലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലുകളുടെ ചുമതല നൽകി. ഹോസ്റ്റലുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി MP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിലെ 6 ഹോസ്റ്റലുകളിലും വാർഡന്മാരെ ചുമതലപ്പെടുത്താനാണ് VCയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗ തീരുമാനം. മെൻസ് ഹോസ്റ്റലിലെ ഓരോ നിലയിലെയും ചുമതല ഓരോ വാർഡന്മാർക്ക് നൽകും. ഒരു അസിസ്റ്റന്റ് വാർഡനാണ് മൊത്തം ചുമതല. ഹോസ്റ്റലുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി MP മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രതികളെല്ലാം SFIക്കാരാണെന്നും കേസ് മൂടിവെക്കാനുള്ള നീക്കത്തെ അപലപിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ MM മണിക്കെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ്. അയാളുടെ പേരിപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു തന്നു. അയാളാണ് അക്ഷയ് എന്ന് പറയുന്ന ആളാണ്. ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. മരണത്തിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ടെന്നും കുടുംബത്തോടൊപ്പം സർക്കാരുണ്ടെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഞങ്ങൾ ആ മരണത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മരണം നിർഭാഗ്യകരമാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോട് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഐക്യദാർഢ്യമുണ്ട്. അവരുടെ കൂടെയാണ് ഗവൺമെൻറ് ആകാൻ നിൽക്കുന്നത്. എല്ലാവരും നിൽക്കേണ്ടതും ആ കുടുംബത്തിൻ്റെ കൂടെയാണ്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും SFIക്കാർ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുമുള്ള വൈത്തിരി ഗ്രാമപഞ്ചായത്ത് അംഗം NK ജ്യോതിഷിന്റെ പ്രതികരണത്തിൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. 24 എൻകൗണ്ടറിലായിരുന്നു ജ്യോതിഷിന്റെ പ്രതികരണം. ഇക്കാര്യം തന്നോട് ചില വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നായിരുന്നു ജ്യോതിഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ വ്യക്തത വരുത്താൻ ഉടൻ നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 24 വയനാട്. കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് സുപ്രീംകോടതിയുടെ അനുമതി. അധിക തുകയുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കോടതി നിർദ്ദേശിച്ചു. സ്യൂട്ട് ഹർജി പിൻവലിക്കാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടതിനെ സുപ്രീംകോടതി വിമർശിച്ചു. കോടതി ഇടപെടലിനെ ധനമന്ത്രി KN ബാലഗോപാൽ സ്വാഗതം ചെയ്തു.
സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാലാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് ഹർജിയിൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. കേന്ദ്രത്തോട് പണം സൗജന്യമായി ചോദിക്കുകയല്ല, കടമെടുക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെടുന്നതെന്നും കേരളം വ്യക്തമാക്കി. ഹർജി പിൻവലിക്കാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയതിനെ കോടതി വിമർശിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കാനാവില്ലെന്ന് കോടതി. ഹർജി പിൻവലിച്ചാൽ കേന്ദ്രം നൽകാമെന്നറിയിച്ച 13,608 കോടി രൂപ അർഹതപ്പെട്ട തുകയാണെന്ന് കേരളം പറഞ്ഞു. ഈ തുക കടമെടുക്കാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. കൂടുതൽ തുകയുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇരു കക്ഷികളോടും കോടതി നിർദ്ദേശിച്ചു. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. 13,600 കോടി രൂപ ഈ വർഷം തന്നെ കടമെടുക്കുന്നതിന് കേസ് തടസ്സമാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. പ്രൈം ന്യൂസിലേക്ക് തിരികെ. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 പ്രധാനപ്പെട്ട 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. മികച്ച ആങ്കറായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും മികച്ച വാർത്താ അവതാരകയായി അനുജ രാജേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹരായി. 2022 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളാണ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. കഥേതര വിഭാഗത്തിൽ 24 4 പുരസ്കാരങ്ങൾ നേടി. മികച്ച ആങ്കറായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ തെരഞ്ഞെടുക്കപ്പെട്ടു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിക്കാണ് അവാർഡ്. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ വളരെ സരസവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരം. മികച്ച വാർത്താവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷ് അർഹയായി. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ മികച്ച ആങ്കർക്കുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനും മികച്ച ഇന്റർവ്യൂവർക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരത്തിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും അർഹരായി. മികച്ച കോമ്പിയർ ഓർ ആങ്കർ R ശ്രീകണ്ഠൻ നായർ 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ് 24 ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. കറണ്ട് അഫയേഴ്സ് KR ഗോപികൃഷ്ണൻ പ്രശസ്തി പത്രവും ശില്പവും. ഫൈനൽ റൗണ്ട് അപ്പ് 24 ന്യൂസ്. അഭിമുഖകാരൻ ദീപക് ധർമ്മടം പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി നയം വ്യക്തമാക്കി കൊടിയേരി 24 ന്യൂസ്. മികച്ച ഡോക്യുമെന്ററിയായി ദൂരദർശൻ സംപ്രേഷണം ചെയ്ത പാലായനത്തിൽ നഷ്ടപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംവിധാനം ചെയ്ത മണിലാലാണ് മികച്ച ഡോക്യുമെന്ററി സംവിധായകൻ. കഥാവിഭാഗത്തിൽ അർഹതയ്ക്കുള്ള എൻട്രികളില്ലാത്തതിനാൽ മികച്ച ടെലി സീരിയലിന് അവാർഡ് നൽകിയിട്ടില്ല. 24 തിരുവനന്തപുരം. ഇനിയിപ്പോഴത്തെ കാലാവസ്ഥ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാടിനൊപ്പം അമേഠിയിലും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായേക്കും. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതി ഷാജഹാൻ ഷേഖിനെ CBIക്ക് കൈമാറാൻ പോലീസിന് കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന് CBI. തിരുവനന്തപുരത്ത് CPI ഉദ്യോഗാർത്ഥികളുടെ റോഡ് ഉപരോധത്തിനിടെ സംഘർഷം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഈരാറ്റുപേട്ട പള്ളിയിലെ വൈദികനെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതി ചേർത്തു എന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി. മുഖാമുഖം പരിപാടിക്കിടെ വിമർശനം ഉന്നയിച്ചത് KNM നേതാവ് ഹുസൈൻ മടവൂർ.
പാലക്കാട് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പൊതുപരീക്ഷയിൽ വിലക്കി എന്ന വാർത്ത സ്ഥിരീകരിച്ച് DDEയുടെ അന്വേഷണ റിപ്പോർട്ട്. സ്കൂളിന് 100% വിജയം നേടാൻ കുട്ടിയെ മാറ്റി നിർത്തുന്ന സമീപനം അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി സംഭവിച്ചത് കാണാം. സ്മിത എത്തും. നമസ്കാരം.